അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും വിച്ഛേദിച്ച് ഇറാൻ. ഇത്രയധികം പ്രശ്നങ്ങൾ തങ്ങൾ നേരിട്ടിട്ടും ഒരു കണിക പോലും സങ്കടം രേഖപ്പെടുത്തുകയോ അപലപിക്കുകയോ അവർ ചെയ്യാൻ തയ്യാറായില്ല എന്നും ഇറാൻ വ്യക്തമാക്കുന്നു. ആയതിനാൽ തന്നെ ഇനി ഇറാനിലേക്ക് ഇവർക്ക് പ്രവേശനം അനുവദിക്കില്ല എന്നതാണ് ഇറാന്റെ തീരുമാനം. US ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ നടത്തിയ ആക്രമണത്തിൽ പോർദോ ആണവ നിലയത്തിൽ കാര്യമായ കേടുപാടുകൾ സംഭവിച്ചതിന്റെ സാറ്റലൈറ്റ് ദൃശ്യങ്ങളടക്കം ഇവർ പുറത്തുവിടുകയും ചെയ്തിരുന്നു. മാത്രമല്ല, നാശനഷ്ടത്തിന്റെ തോത് വിലയിരുത്താൻ സാധിക്കുന്നതല്ല എന്നതായിരുന്നു വെളിപ്പെടുത്തൽ വന്നതും. ഒടുവിലാണിപ്പോൾ ഇറാൻ ഇത്തരം ഒരു വിചിത്രമായ തീരുമാനമെടുത്തിരിക്കുന്നത്. അതായത് ഇറാനൊപ്പം ഇവർ കൂട്ടുനിന്നില്ല എന്നതാണ് പറയുന്നതും. അതായത് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുമായുള്ള സഹകരണം വിച്ഛേദിച്ച് ഇറാൻ. ഇത് സംബന്ധിച്ച് ബില്ലിൽ ഇറാൻ പാർലമെന്റ് അംഗീകാരം നൽകിയിരിക്കുകയാണ്. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി അധികൃതരുടെ പരിശോധനകളും പ്രവേശനവും നിരോധിച്ചിട്ടുള്ള ബില്ലാണിപ്പോൾ ഇറാൻ പാർലമെന്റിൽ ഐക്യകണ്ഠേന തന്നെ പാസാക്കിയിരിക്കുന്നത്. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി നിരീക്ഷകർക്ക് രാജ്യത്തേക്ക് പ്രവേശിക്കുന്നതിൽ വിലക്കുണ്ടാകുമെന്നും ഏജൻസിയുടെ പ്രവേശനത്തിന് ഇറാന്റെ പരമോന്നത ദേശീയ സുരക്ഷാ കൗൺസിലിന്റെ അംഗീകാരം ആവശ്യമായി വരുമെന്നും ഇറാൻ പാർലമെന്റ് വക്താവായ അലിറേസ സലീമി പറയുന്നു. മാത്രമല്ല, ബിൽ ഇറാൻ പാർലമെന്റ് പാസാക്കിയെങ്കിലും അന്തിമ അംഗീകാരം ഇറാന്റെ പരമോന്നത ദേശീയ സുരക്ഷാ കൗൺസിലാണ് നൽകേണ്ടത്. ഇറാനിലെ ആണവ നിലയങ്ങൾക്കെതിരായ ആക്രമണത്തെ ചെറിയ തോതിൽ പോലും അപലപിക്കാൻ തയ്യാറാകാതിരുന്ന അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി അതിന്റെ അന്താരാഷ്ട്ര വിശ്വാസ്യത ഇല്ലാതാക്കിയെന്നും ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഖർ ഖാലിഫ പറഞ്ഞു. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ പൂർണ്ണമായും ബോംബാക്രമണത്തിൽ തകർത്തുവെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇത്തരമൊരു തീരുമാനം വന്നിരിക്കുന്നത്. എന്നാൽ ആക്രമണം ഇറാന്റെ ആണവ പദ്ധതിക്ക് കാര്യമായ ക്ഷതം ഏൽപ്പിച്ചിട്ടില്ല എന്നാണ് US രഹസ്യാന്വേഷണ ഏജൻസിയുടെ വിലയിരുത്തൽ. മാത്രമല്ല, ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് ന്യൂയോർക്ക് ടൈംസ് അടക്കമുള്ള മാധ്യമങ്ങൾ പുറത്തുവിട്ടതാണ്. മാത്രമല്ല, അതേസമയം ഈ റിപ്പോർട്ടുകൾ പൂർണ്ണ അസംബന്ധമാണെന്നാണ് ട്രംപിന്റെ പ്രതികരണം. ഈ വിവാദങ്ങൾക്കിടയിലാണ് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുമായിട്ടുള്ള ബന്ധം ഇറാൻ അവസാനിപ്പിക്കാൻ പോകുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നത്. ഇറാൻ ആണവ പദ്ധതികൾ തുടരുമെന്ന് കഴിഞ്ഞ ദിവസം രാജ്യത്തെ ആണവോർജ ഏജൻസി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇതിനിടയിൽ ഇറാന്റെ 3 ആണവ കേന്ദ്രങ്ങളിൽ US വ്യോമാക്രമണം നടത്തിയ സാഹചര്യത്തിൽ അവിടങ്ങളിൽ പരിശോധിക്കാൻ തങ്ങൾക്ക് കഴിയണമെന്ന് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി ഡയറക്ടർ ജനറൽ റാഫേൽ ഗ്രാസി കഴിഞ്ഞ ദിവസം പറയുകയും ചെയ്തിരുന്നു. മാത്രമല്ല, ഈ സംഘത്തിന് ഇറാനിൽ പരിശോധന നടത്താനുള്ള സുരക്ഷാ സാഹചര്യം ഉണ്ടാക്കാനായി ആക്രമണം നിർത്തണമെന്നതായിരുന്നു അദ്ദേഹം ആവശ്യപ്പെട്ടതും. ഇറാനും ഇസ്രയേലും പശ്ചിമേഷ്യയ്ക്കും സമാനമാണ് ഇത്തരമൊരു ആവശ്യമെന്ന് ഓസ്ട്രേലിയയിലെ വിയന്നയിൽ അടിയന്തരമായി വിളിച്ചു ചേർത്ത ഈ ബോർഡ് മീറ്റിംഗിൽ അല്ലെങ്കിൽ ബോർഡ് ഓഫ് ഗവേൺസിൽ യോഗത്തിൽ ഇവർ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അതിനുള്ള ആദ്യ പടിയെന്ന നിലയിൽ തന്നെ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി പരിശോധകർ ഇറാന്റെ യുറേനിയം ശേഖരിച്ചതിന്റെ അളവ് കാണിക്കാം. അതുമാത്രമല്ല, 60% സമ്പുഷ്ടീകരിച്ച യുറേനിയം 400 കിലോഗ്രാമാണ് ഇറാന്റെ പക്കലുണ്ടായിരുന്നത്. ഇതിപ്പോൾ എത്രയുണ്ട് എന്ന് കണക്കാക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ആണവ ഉപകരണങ്ങളും സാമഗ്രികളും സംരക്ഷിക്കാൻ പ്രത്യേകിച്ച് നടപടി എടുത്തതായി വെള്ളിയാഴ്ച തനിക്കയച്ച കത്തിൽ ഇറാൻ അറിയിച്ചതായും ഗ്രാസി വ്യക്തമാക്കുന്നുണ്ട്. ആക്രമണത്തിൽ ഭൂമി തുരക്കുന്ന ബോംബ് ഉപയോഗിച്ചതും സ്ഫോടനമുണ്ടാക്കിയ കാനവും എല്ലാം തന്നെ വളരെ സുരക്ഷിതമായ സന്തുലനത്തോടെ തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്ന ട്രാൻഫ്യൂജുകളെ താറുമാറാക്കിയിട്ടുണ്ടാകും എന്നതാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടതും. അതേസമയം തങ്ങൾക്ക് ആണവായുധം ഉണ്ടാക്കാൻ ലക്ഷ്യമില്ല എന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് വ്യക്തമാക്കി അല്ലെങ്കിൽ ആവർത്തിച്ചുറപ്പിച്ച് പറയുകയാണ് ചെയ്യുന്നത്. എന്നാൽ സമാധാനപരമായ ആവശ്യങ്ങൾക്കായി ആണവോർജം ഉപയോഗിക്കുന്നതിനുള്ള നിയമപരമായ അവകാശങ്ങൾ സംരക്ഷിക്കുന്നത് തുടരുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നതും. ഇതിനു പിന്നാലെയാണ് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഇറാൻ വിച്ഛേദിക്കാൻ തയ്യാറായി പാർലമെന്റിൽ ഇത്തരമൊരു ബില്ല് ഐക്യകണ്ഠേന തന്നെ പാസ്സാക്കിയിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.